ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. കളങ്കിതരും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരുമായിട്ടുള്ള നിരവധി IAS ഉദ്യോഗസ്ഥർ ഭരണതലത്തിൽ നിർണായക പദവികൾ വഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ കുപ്രസിദ്ധരായ IAS ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് യുവ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ. 39കാരനായ ഇദ്ദേഹം 2013 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. 2019 ശ്രീറാം വെങ്കിട്ടരാമൻ കുപ്രസിദ്ധി ആർജിച്ച IAS ഉദ്യോഗസ്ഥരുടെ പട്ടികയിലേക്ക് കടന്നു വരുന്നത്. 2019 തൻ്റെ യുവ വനിതാ സുഹൃത്തായ വഫ ഫിറോസിനൊപ്പം മദ്യപിച്ച് മതോന്മത്തനായ ശേഷം ശ്രീറാം വെങ്കിട്ടരാമൻ തിരുവനന്തപുരത്തുകൂടി അവരുടെ കാർ ഓടിച്ച് മിന്നൽ വേഗതയിൽ പായുന്നതിനിടെ ഈ വാഹനമിടിച്ചാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള KM ബഷീർ കൊല്ലപ്പെട്ടത്. എന്നാൽ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഇയാളെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനും ഇതിൽ തെളിവുകൾ നശിപ്പിക്കുവാനുമായി IAS IPS ലോബി ഇടപെടുകയും ചെയ്തു. അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച് ഡയാലിസിസിന് വിധേയനായി എന്ന ആരോപണം സജീവമാണ്. ഇയാൾ ഡയാലിസിസിന് വിധേയനായത് രക്തത്തിൽ നിന്ന് മദ്യത്തിൻ്റെ അംശം ഒഴിവാക്കാനായിരുന്നു എന്നാണ് ഉയർന്ന ആരോപണം. ഏതൊക്കെയാണെങ്കിലും ജനകീയ പ്രതിരോധമുയർന്നതോടെ മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയതോടെ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കേസെടുക്കുകയും ഇയാൾ നിയമത്തിനു മുമ്പിൽ വരികയുമായിരുന്നു. ഈ കേസിൻ്റെ വിചാരണ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥൻ പിന്നീട് IAS ഉദ്യോഗസ്ഥയായ ഡോക്ടർ രേണു രാജിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഈ ഒരു സംഭവത്തോടുകൂടി കേരളത്തിലെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ ഇയാൾ ഒരു കുറ്റക്കാരനായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥനോട് ശത്രുതാപരമായ ഒരു സമീപനമാണ് മാധ്യമങ്ങളും പുലർത്തിപ്പോരുന്നത്. KM ബഷീറിന് നീതി കിട്ടുവാൻ, തങ്ങളുടെ സഹപ്രവർത്തകന് നീതി കിട്ടുവാൻ ഏതറ്റം വരെയും പോകും എന്നൊരു നിലപാടാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലെ മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും വിവാദമുയർന്നതോടെ സസ്പെൻഷനിലായ ശ്രീറാം വെങ്കിട്ടരാമനെ പിന്നീട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടുകൂടി സർവീസിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു. നിലവിൽ ഇദ്ദേഹം കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. യുവ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനായി വിലയിരുത്തപ്പെട്ട ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ മികച്ച ചില ജനകീയ ഇടപെടലുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ വന്നതോടെ ഇദ്ദേഹത്തിന് തന്ത്രപ്രധാനപരമായിട്ടുള്ള നിയമനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിവാദം ഒഴിവാക്കുവാനുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാവാം ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തസ്തികകളിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിയാണ്. കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് പുതിയ UDF മന്ത്രിസഭയിലെ യുവതാരമായിട്ടുള്ള T സിദ്ദിഖാണ്. കൃഷി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുവാനായി ഇന്ന് മന്ത്രി T സിദ്ദിഖ് വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനും വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിനൊപ്പം സന്നിധനായിരുന്നു. എന്നാൽ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ സാന്നിധ്യം, അതായത് മന്ത്രിക്കൊപ്പമുള്ള പത്രസമ്മേളനത്തിലെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന കൃഷി വകുപ്പ് സെക്രട്ടറിയുടെ സാന്നിധ്യം ഈ പത്രസമ്മേളനത്തിനെത്തിയ മാധ്യമപ്രവർത്തകരെ വല്ലാതെ പ്രകോപിതരാക്കി. ശ്രീറാം വെങ്കിട്ടരാമൻ ഇരിക്കുകയാണെങ്കിൽ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് മാധ്യമപ്രവർത്തകർ പ്രകടിപ്പിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ വാക്കേറ്റം രൂക്ഷമായതോടുകൂടി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് ഇടപെട്ട് രംഗം ശാന്തമാക്കുവാൻ ശ്രമിച്ചെങ്കിലും മാധ്യമപ്രവർത്തകർ പ്രകോപനം തുടരുകയായിരുന്നു. തങ്ങളുടെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കർശനമായ നിലപാടാണ് സംഭവം നടന്ന് 7 വർഷങ്ങൾക്കിപ്പോഴും മാധ്യമപ്രവർത്തകർ സ്വീകരിച്ചു പോരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ സംഘർഷം രൂക്ഷമായതോടുകൂടി, വാഗ്വാദങ്ങൾ ഉയരത്തിലായതോടുകൂടി ശ്രീറാം വെങ്കിട്ടരാമൻ ഈ പത്രസമ്മേളന വേദിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുമാറി നിൽക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ധാർമ്മിക രോക്ഷം മനസ്സിലാക്കാമെങ്കിലും ഇത്തരത്തിൽ ഇന്നുണ്ടായ ഈ നടപടി ആശാസ്യകരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളൊരു കുറ്റാരോപിതനായി വിചാരണ നേരിടുന്ന ഘട്ടത്തിലാണ്. ഇയാളെ ഇപ്പോൾ സർവീസിലേക്ക് തിരികെ എത്തിച്ചത് ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരായിരുന്നു. ആ ഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്യുവാൻ ധൈര്യമില്ലാതിരുന്ന മാധ്യമപ്രവർത്തകരാണ് UDFൻ്റെ പുതുമുഖ മന്ത്രിയെ ഈ ഒരു വിഷയം ഉന്നയിച്ച് ഇന്ന് പീഡിപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. T സിദ്ദിഖ് എന്ന പുതുമുഖ മന്ത്രിയെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വകുപ്പ് സെക്രട്ടറിയെ പത്രസമ്മേളന വേദിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടത് വലിയ ആനക്കാര്യമൊന്നുമല്ല.
ഇതിൻ്റെ 10-1 തൻ്റെ ഇടം ഈ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർ നേരത്തെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ ഇന്ന് സർവീസിൽ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ പിണറായി വിജയൻ എന്ന ഏകാധിപതിയോട്, പിണറായി വിജയൻ എന്ന ധാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രിയോട് നാവ് ഉയർത്തി സംസാരിക്കുവാനുള്ള ധൈര്യമൊന്നും അന്ന് മാധ്യമപ്രവർത്തകർ കാണിച്ചിരുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസിൽ പ്രതിയാണെന്നിരിക്കലും ഇപ്പോൾ ഇദ്ദേഹം സർവീസിൻ്റെ ഭാഗമാണ്. അതിനാൽ തന്നെ ഉത്തരവാദിത്ത നിർവഹണം നടത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. തീർച്ചയായും ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു വകുപ്പിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ആ വകുപ്പ് മന്ത്രിക്കൊപ്പം പത്രസമ്മേളനത്തിൽ എത്തുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തന്നെ ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ്റെ ഈ ഒരു അവകാശത്തെ നിഷേധിക്കുവാനുള്ള അധികാരം മാധ്യമപ്രവർത്തകർക്കില്ല എന്ന യാഥാർത്ഥ്യവും പക്വതയും കാണിച്ചുകൊണ്ട് വേണം മാധ്യമപ്രവർത്തകർ തുടർന്നും ശ്രീറാം വെങ്കിട്ടരാമനോട് ഇടപെടുവാൻ. വേണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് അവരുടെ ഒരു പൊതു ആവശ്യം എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ കഴിയുന്നതാണ്. അല്ലാത്തിടത്തോളം കാലം, ഇത്തരമൊരു സാഹചര്യത്തിൽ അയാൾ സർവീസിൽ നിലനിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായും അയാളെ കേൾക്കുവാനുള്ള ബാധ്യതയുണ്ട്. ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന വ്യക്തിയെ അല്ല നമ്മൾ കേൾക്കുന്നത്, നേരെ മറിച്ച് കൃഷി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു വകുപ്പ് സെക്രട്ടറി ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെയാണ്. ഈ വിശാല മനസ്സ് കാണിച്ചില്ല എങ്കിൽ അത് അനാവശ്യമായി കൃഷി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ടി സിദ്ദിഖ് എത്രമാത്രം മാന്യമായിട്ടാണ് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചതെന്നും അദ്ദേഹം എത്ര വലിയ പക്വതയാണ് കാണിച്ചതെന്നും നിങ്ങൾ ഓർത്തു നോക്കുക. ഇവിടെയാണ് ചില താരതമ്യങ്ങൾ പ്രസക്തമാകുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന മിക്കവരും ആളുകളും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ധാർഷ്ട്യമാണ് മാധ്യമപ്രവർത്തകരോട് കാണിച്ചത്. എന്നാൽ ഈ ധാർഷ്ട്യത്തിന് മുമ്പിൽ മുട്ടുമടക്കി ഓച്ചാനിച്ച് നിന്ന പാരമ്പര്യമുള്ളവരാണ് UDFൻ്റെ പുതുമുഖമന്ത്രിയെ മെക്കിട്ട് കയറുവാൻ ശ്രമിച്ചതും ഇപ്പോൾ ഇതൊരു വിവാദമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നതും. റിപ്പോർട്ടർ ചാനലടക്കം ഈ വിഷയത്തിൽ മന്ത്രിക്കെന്തോ തെറ്റുപറ്റി എന്ന നിലയിലുള്ള ടൈറ്റിലുകളുമായി ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ തെറ്റുപറ്റിയിട്ടുള്ളത് മന്ത്രിക്കല്ല, തീർച്ചയായും ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖിനല്ല. ശ്രീറാം വെങ്കിട്ടരാമൻ കൃഷി വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ ഇന്ന് സർവീസിലുണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യം തെറ്റായി സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അതിനുള്ള ഉത്തരവാദി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുമായിരുന്നു. ആ തെറ്റിനെ ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകാതിരുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കാണിക്കുന്നത് തിണ്ണമെടുക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും ശ്രീറാം വെങ്കിട്ടരാമനെ ന്യായീകരിക്കുവാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അയാൾ തീർച്ചയായും കുറ്റക്കാരനാണ്. കുറ്റകൃത്യം നടത്തിയ ശേഷം ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അപകടമുണ്ടാക്കിയ ശേഷം, അതും മദ്യലഹരിയിൽ വാഹനം ഓടിച്ചുകൊണ്ട് ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം എന്ന് വേണമെങ്കിലും പറയാം. അതിനുശേഷം ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കുവാനായി ചില നീക്കുപോക്കുകൾ നടത്തിയ വ്യക്തിത്വവുമാണ്. അതിനാൽ തന്നെ ഇയാൾ മാതൃകായോഗ്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ന് അയാളോട് മാധ്യമങ്ങൾ കാണിച്ച നിലപാട് ശരിയല്ല. കാരണം അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ, അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തോട് നിസ്സഹകരിക്കുന്ന രീതിയിൽ ഉള്ള ഈ പെരുമാറ്റങ്ങൾ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. ടി സിദ്ദിഖിനെ പോലൊരു പുതുമുഖ മന്ത്രിയെ അനാവശ്യ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന മാധ്യമങ്ങളുടെ ഈ ഒരു നീക്കമെന്ന് പറയുന്നത് പിണറായി വിജയനും ഇടതുമുന്നണിക്കും കുടപിടിക്കുവാൻ വേണ്ടിയാണോ എന്ന സ്വാഭാവികമായ സംശയം പോലും നമുക്കുള്ളിൽ സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉടലെടുക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തി തീരുമാനങ്ങളിലെത്തേണ്ടത് ജനങ്ങളാണ്. അവരെല്ലാം കാണുന്നുണ്ട്. ഇക്കാര്യവും അവർ തന്നെ കണ്ടു വിലയിരുത്തേണ്ടതാണ്. അതിലെ ശരി തെറ്റുകൾ ഓരോരുത്തരുടെയും വ്യക്തി മനോഭാവമനുസരിച്ച് തീരുമാനിക്കാവുന്നതുമാണ്. ഏതൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട, ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.